ഇപ്പോൾ VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നുണ്ട്. തൃത്താലയുടെ MLA അത് ഒരു പ്രതിഷേധമാണോ എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം പരോക്ഷ അതൃപ്തി അറിയിച്ചിരിക്കുന്നു. പരോക്ഷ അതൃപ്തിയാണ്. കാരണം VT ബൽറാമിന്റെ ഒരു തുടക്കത്തിൽ മന്ത്രിയാകുമെന്ന് സാധ്യത കൽപ്പിച്ച, നേരത്തെ ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ടിട്ട് ഏറ്റവും ഒടുക്കം പട്ടിക പുറത്തു വരുമ്പോൾ VT ബൽറാം ഇല്ലെന്ന് വരുമ്പോൾ അദ്ദേഹം തൃത്താലയുടെ MLA എന്നുള്ള സ്ട്രൈക്കിംഗ് വേർഡാണെന്ന് തോന്നുന്നു അനുജ. മന്ത്രിയാകുന്നില്ല, MLA. അതിലൊരു സ്നേഹചിഹ്നം കൂടി കാണിക്കുന്ന ഒരു അമർഷം അല്ലെങ്കിൽ ഒരു തരത്തിൽ അതൃപ്തി, ആ അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാൻ, അനുമാനിക്കാൻ. തൃത്താലയുടെ MLA ആയി തുടരും, MLA ആയി മാത്രം തുടരുമെന്ന് നമ്മൾ അതിൽ വരികൾക്കിടയിൽ വായിച്ചെടുക്കണമെന്നാണ് തോന്നുന്നത്. ഏതായാലും AK ആന്റണിയെ സന്ദർശിക്കാൻ ചാണ്ടി ഉമ്മൻ ഉടൻ തന്നെ വഴുതക്കാട്ടെ വസതിയിൽ എത്തുമെന്ന വിവരം രാവിലെ മേഘനാ മുരളി നമ്മുടെ പ്രതിനിധി എക്സ്ക്ലൂസീവായി ചാണ്ടി ഉമ്മനോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി ഇത് പാർട്ടി തീരുമാനിക്കേണ്ടെന്ന കാര്യമാണ്. അപ്പോഴും അദ്ദേഹം പ്രതീക്ഷയിലായിരുന്നു എന്നുള്ളതാണ്. ഒരു സൂചനയാണെന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് മന്ത്രി പട്ടിക പുറത്തു വരുമ്പോൾ ഒരുപാട് അമർഷ പ്രതിഷേധങ്ങൾ ഇതുപോലെ വരികൾക്കിടയിലൂടെ വായിക്കേണ്ടത് വരും. കാരണം VT ബൽറാം MLA ആയത് May 4-നാണ്. ഇപ്പോൾ തൃത്താലയുടെ MLA ഒരു ഔചുന്യമിട്ടൊരു പോസ്റ്റ് ഇറക്കുമ്പോൾ സ്വാഭാവികമായും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടും അവസാന നിമിഷം തഴയപ്പെട്ടതിന്റെ ഒരു സങ്കടം, അതിനപ്പുറത്തേക്ക് അതൃപ്തി, പ്രതിഷേധം അതുകൂടിയായിരിക്കാം പോസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാണ്ടിയമ്മന് അവസാന നിമിഷം ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ ഈ പറയുന്ന മന്ത്രിപ്പട്ടികയിലേക്ക് കയറാനാകുമെന്നുള്ള സാധ്യത പരിശോധിക്കാൻ കൂടി ആയിരിക്കും, അല്ലെങ്കിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ കൂടിയായിരിക്കും AK ആന്റണിയെ കാണുന്നത്. അതൊരു നിർണായക കൂടിക്കാഴ്ച തന്നെ നമുക്ക് തലസ്ഥാനത്ത് ഇപ്പോൾ കണക്കാക്കേണ്ടി വരും. അതായത് അനുജ, അവസാന ഘട്ടത്തിലും തലസ്ഥാനത്ത് കൂടിക്കാഴ്ചകൾ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ ഘട്ടം അതാണ് ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ സംഭവ വികാസങ്ങൾ. അങ്ങനെ ഒരു പട്ടികയാണിപ്പോൾ പുറത്തു വരാൻ പോകുന്നത് എന്നതിൽ തർക്കമില്ല. ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വരുന്ന പട്ടിക എന്ന് പറയുമ്പോൾ പോലും ഇതാ ഇപ്പോൾ പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് പല കോണുകളിൽ നിന്നും എന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതിഷേധം എന്ന് വരുമ്പോൾ അത് വളരെ പ്രധാനമാണ്. ചാണ്ടി ഉമ്മൻ AK ആന്റണിയെ കാണാൻ പോകുന്നു. VT ബൽറാമിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു. അതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. ഏതായാലും ലീഗിന്റെ പ്രഖ്യാപനം അത് ഉടൻ തന്നെ ഉണ്ടാവും എന്ന് നമുക്കറിയാൻ കഴിയുന്നുണ്ട്. പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് ഈ പ്രഖ്യാപനം നടത്താൻ പോകുന്നത്. തങ്ങളുടെ മന്ത്രിമാരാരൊക്കെ എന്നുള്ളതിന്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനിയുള്ളത്. ആ പട്ടിക 24 നേരത്തെ തന്നെ ഉച്ചയ്ക്ക് തന്നെ പുറത്തുവിട്ടതാണ്. ദീപക് ധർമ്മടം ആ പട്ടിക പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സാദിഖ് അലി തങ്ങളും PMA സലാമും ഉടൻ തന്നെ എത്തി തങ്ങളായിരിക്കും ആ പട്ടിക പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത് ഏത് നിമിഷവും ഉണ്ടാകും. ഒപ്പം തന്നെ നിയുക്ത മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരുടെ പേര് കൂടി പ്രഖ്യാപിക്കുന്നതോടെ അതിന് പൂർണ്ണമായി അത് വ്യക്തമാവുകയും ചെയ്യും. ചിത്രം വ്യക്തമാകാൻ പോവുകയാണ്. ഇതിനോടകം തന്നെ അത് വ്യക്തമായിട്ടുണ്ട്. ഔദ്യോഗികമായി ആ ചിത്രം വ്യക്തമാകാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ അവസാന നിമിഷവും ചില പ്രതിഷേധ സ്വരങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ചില കൂടിക്കാഴ്ചകൾ തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുഖം കൊടുക്കുമോ എന്നറിയില്ല. രാവിലെ 24 എക്സ്ക്ലൂസീവായ ഒരു പ്രതികരണം അദ്ദേഹം നൽകിയിരുന്നതാണ്. ഇനിയും അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്, ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശ്യം എന്താണ് എന്നൊക്കെയുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.